നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളി. വാവ്. ഇപ്പോൾ നമ്മളെ പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് നമ്മുടെ പൈനാപ്പിളിലേക്ക് നമുക്ക് നിറച്ച് കൊടുക്കാം. ഏതായാലും ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അടിപൊളി സാധനം അത്. ഹായ് ഫ്രണ്ട്സ്, ഇക്രോദായ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ നമ്മളിന്ന് പൈനാപ്പിൾ വെച്ചിട്ട് നല്ല കിടക്കുന്നുണ്ട് പാടത്ത്. നമ്മൾ പൈനാപ്പിൾ വെച്ചിട്ട് ഇതിന് ചക്ക എന്നും അതുപോലെ തന്നെ മുള്ളൻ ചക്ക എന്നും അതുപോലെ തന്നെ കൈതച്ചക്ക എന്നൊക്കെ പറയാറുണ്ട്. പല നാട്ടിലും പല പേരാണ്. ഈ സാധനത്തിലേക്ക് നമ്മളിന്ന് ചിക്കൻ നിറച്ചിട്ട് ചുട്ടെടുക്കാൻ പോവാണ്. ഇതിനകത്തോട്ട് നമ്മൾ ചിക്കൻ നിറച്ചിട്ട് ചുട്ടെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നേരെ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമുക്കേ പൈനാപ്പിളൊന്ന് വൃത്തിയാക്കി എടുക്കാം. നമുക്ക് ഇതിൻ്റെ ഈ ഭാഗം ആദ്യം കട്ട് ചെയ്യാം. മൂടി വെക്കാൻ വേണം. ഇതിൻ്റെ ഉള്ളിലെ പൈനാപ്പിളൊക്കെ നമുക്കിങ്ങനെ എടുക്കാം. നമ്മൾ ഈ പൈനാപ്പിൾ നമ്മുടെ ചിക്കനിലെ മസാലയൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ ചെറിയ പീസാക്കിയിട്ട് മസാല കൂട്ടുന്ന സമയത്ത് നമ്മൾ സവോള എടുക്കുന്നുണ്ട്. അതിൻ്റെ അതേപോലെ ചെറിയ പീസാക്കി നമ്മൾ ഈ പൈനാപ്പിൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഒരു പൈനാപ്പിൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കി രണ്ടെണ്ണം കൂടി ഇതുപോലെ ചെയ്യാം. നമുക്ക് കുറച്ച് കുരുമുളക്, നാടൻ നമ്മുടെ മരത്തുമല കുരുമുളക് എടുക്കണം. കുറച്ചുണ്ട്, അധികമൊന്നുമില്ലെങ്കിലും. എന്നിട്ട് നമുക്കത് ചതച്ചെടുക്കാം. നമ്മുടെ മസാലയിൽ ഇതിടാം. അപ്പോൾ നമ്മുടെ കുരുമുളക് നമുക്കേ ഒന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് ക്രഷ് ചെയ്താലും മതി, പക്ഷേ ക്രഷ് ചെയ്താലും നല്ലത് ഇങ്ങനെ ചെയ്യുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് അത്ര വലിയ ചെറിയ പീസ് ആവേണ്ടതില്ല, നമുക്കൊരു മീഡിയം പീസ് മതി. ഏകദേശം ഇത്ര മതി. നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കുകയാണെങ്കിൽ ഇതിലേറെ ഒന്നുകൂടി ലൂസായി കയറും. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ടൈപ്പ് മതി. അപ്പോൾ നമ്മുടെ പൈനാപ്പിളിലേക്ക് നമുക്ക് ചിക്കൻ നിറക്കണം. അതിന് മുന്നേ നമുക്ക് മസാല ഉണ്ടാക്കണം. നമ്മൾ നേരത്തെ പൈനാപ്പിൾ ഏകദേശം വൃത്തിയാക്കി ഇങ്ങനെ ആയിട്ടുണ്ട്. നമ്മൾ 3 എണ്ണം ഇതുപോലെ തന്നെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കഴുകി വെച്ച ചിക്കന് നമുക്ക് മസാല ഉണ്ടാക്കാം. നമ്മൾ ഏകദേശം ചില്ലി ഉണ്ടല്ലോ, ചിക്കൻ ചില്ലി, അതിൻ്റെ വലുപ്പം അതിൻ്റെലേറെ ഒന്നുകൂടി ചെറുതാവണം. ഓക്കെ, നല്ലപോലെ നമ്മളൊരു 3-4 പ്രാവശ്യം കഴുകിയതാണ്. എന്നിട്ട് വെള്ളം ഊറാൻ വേണ്ടി വെച്ചതായിരുന്നു. നമ്മൾ നാളെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ലെങ്ത്ത് കൂടുന്നു വിചാരിച്ചിട്ടാണ് ഈ കഴുകുന്നൊന്നും എടുക്കാത്തത്. നമുക്ക് കുറച്ച് നമ്മുടെ വലിയുള്ളി കൊത്തി അരിഞ്ഞതാണ് വലിയുള്ളി, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ തക്കാളി, 2 തക്കാളി എടുത്തിട്ടുള്ളൂ. മല്ലിയില, നമ്മൾ പുതിന എടുത്തിട്ടില്ല, വെറും മല്ലിയില മാത്രമാണ് എടുത്തത്. ഇത് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനുശേഷം നമുക്ക് ഉപ്പും കുരുമുളകും അവസാനം നമ്മുടെ പൈനാപ്പിളും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പൈനാപ്പിളിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അത് നല്ല ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നമ്മുടെ പൈനാപ്പിൾ നമ്മൾ ചെറുതാക്കി ഏകദേശം നമ്മുടെ ചാറ് രൂപത്തിൽ ആയിട്ടുണ്ട്.
അത് നമുക്ക് ഒരല്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് അല്പമല്ല നമ്മൾ ഏകദേശം നമ്മൾ ചതച്ച് വെച്ച് നമ്മൾ കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക് ഏകദേശം നമ്മൾ 2-3 ടീസ്പൂൺ അല്ല, വലിയ സ്പൂൺ നമ്മൾ ഇടുന്നുണ്ട്. നമ്മൾ വേറെ പച്ചമുളകോ ചുവന്ന മുളകോ ഒന്നും ഇടുന്നില്ലല്ലോ. നല്ല എരിവാണ്. ഈ മധുരം ഉണ്ടാകുമ്പോൾ എരിവ് അത്ര ഫീൽ ചെയ്യില്ല. അപ്പോൾ നമുക്ക് നല്ലപോലെ കുരുമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യാം. നമുക്ക് ഉപ്പിടാം. ഉപ്പ് ഞാൻ ചിലപ്പോൾ ഒന്നുകൂടി ചിലപ്പോൾ ഇടും. കാരണം ഉപ്പ് മധുരമായിട്ട് നമുക്ക് ബാലൻസ് ചെയ്ത് നിൽക്കണ്ടേ. അതുകൊണ്ട് നമുക്ക് വീണ്ടും നമുക്ക് ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഉപ്പിടാം. നമുക്കൊരല്പം വെളിച്ചെണ്ണ കുറച്ച് മതിയേ. ഓക്കെ, നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. നമ്മൾ കരിവേപ്പൊന്നും ഇടുന്നില്ല, അതിൽ മല്ലിയില മാത്രം മതി. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മളെ പൈനാപ്പിൾ തന്നെയാണ്. നമുക്ക് ഏകദേശം വെന്ത് വരുമ്പോൾ നല്ല മണം വരും പൈനാപ്പിളിൻ്റെ. ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു മണം തന്നെയാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ ഒരു 2-3 ലെയർ വന്നാൽ 5 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്താൽ മതി, അധികമൊന്നും വേണ്ട. നേരെ നമുക്ക് നമ്മുടെ പൈനാപ്പിളിലേക്ക് നമുക്ക് നിറച്ച് കൊടുക്കാം. ഏതായാലും ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അടിപൊളി സാധനം അത്. അപ്പോൾ നമ്മുടെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ചക്കയുടെ ഇത് വെച്ചിട്ട് നമുക്ക് നടക്കാം. ഒന്ന് മാറ്റി വെച്ചാൽ സാറേ, താഴെ വീഴാൻ നോക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് തീ കത്തിക്കാം. അപ്പോൾ നമ്മുടെ തീ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, കണലൊക്കെ നല്ല ഒന്ന് അടുപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ കത്തട്ടെ. നമ്മൾ കഴിഞ്ഞ ചെന്തങ്ങ് വേവിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ നല്ല കുട്ടികളെ നോക്കുന്ന പോലെ തന്നെ നമ്മൾ പതുക്കെ വേണം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ. ഇല്ലെങ്കിൽ കൈയും കാലും അതുപോലെ തന്നെ നമ്മുടെ പൈനാപ്പിളൊക്കെ കരിഞ്ഞു പോകും. നല്ല ചൂടാണ്. നമുക്കൊരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമുക്കൊരു 15 മിനിറ്റൊക്കെ വെച്ചാൽ മതി. നമ്മൾ ഇളനീര് വെച്ച മാതിരി 1 മണിക്കൂർ 1.5 മണിക്കൂറൊന്നും വേണ്ട. കണൽ നമുക്ക് 4 ഭാഗത്തും നല്ലപോലെ കണലാക്കി കൊടുക്കാം. അപ്പോൾ നമുക്കേ ഇതിൻ്റെ വേവൊക്കെ നോക്കാം. നല്ലപോലെ തിളക്കുന്നുണ്ട് കേട്ടോ, കാണുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ നമുക്കേ ഇത് മറിച്ചിട്ട് കൊടുക്കാം. അടിപൊളി, നല്ല പോലെ മണം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലെ ഈ സാധനം എല്ലാം മാറ്റി വെക്കാം. ആ പ്ലേറ്റ് എടുത്ത്. അപ്പോൾ നമ്മളേ മറിച്ചിടുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. കൈ കാലൊക്കെ പൊള്ളുന്നത് നല്ലപോലെ ശ്രദ്ധിക്കണം. കാരണം നമ്മളിപ്പോൾ അവസാനത്ത് മറിച്ചിട്ട് കഴിഞ്ഞ് ഇനി നല്ലപോലെ ഒരു 15-20 മിനിറ്റ് കൂടി കുക്കായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നല്ല സ്മെല്ല്, നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഏകദേശം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി, നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ല ചൂടാണേ. നല്ല പുറഭാഗമൊക്കെ നല്ലപോലെ കരിഞ്ഞു പോയിട്ടുണ്ട്. നല്ല ചൂടാ. അടിപൊളി. ഞാൻ ഏകദേശം 3/4 മണിക്കൂർ കൊണ്ടാവുന്ന വിചാരിച്ച് 1 മണിക്കൂർ തികച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയില്ലോ ഇതുപോലെ തന്നെ ഇതിലേക്ക് എടുത്തിടാം. നല്ല സ്മെല്ലാ, അടിപൊളി. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുഞ്ഞാക്കുണ്ട് ഇവിടെ. കുഞ്ഞാക്ക മുടിയൊക്കെ മുട്ട അടിച്ചിട്ടുണ്ട്. ബാർബർമാരൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് പൊറാട്ട ഉണ്ടെന്ന്. ഇന്ന് ഞാൻ രാവിലെ തന്നെ തിരഞ്ഞു പിടിച്ച് പൊറാട്ട റെഡിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞു. ആ
പൈനാപ്പിളിൻ്റെ മണം നല്ല മണമുണ്ട്. നല്ല മണമുണ്ട്, നല്ല രസം, സ്മെല്ല് നല്ല. നിങ്ങൾ ടേസ്റ്റ് നോക്കി, ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എങ്ങനെയുണ്ട്? പാടിയിട്ടില്ല. പാടാതിരിക്കാൻ നമ്മൾ കരുതുന്നുണ്ടല്ലോ. നല്ല രസമായിക്കണം. ഏതായാലും എന്തുണ്ടാക്കിയാലും പറയാം നല്ല രസത്തിലാട്ടോ. എന്തായാലും ചങ്ങായിന് കൈപ്പുണ്യം ഉണ്ടല്ലേ. ഞങ്ങൾ പലതും ഉണ്ടാക്കി എല്ലാം കഴിക്കണ ആളാ, തെറ്റില്ല. എല്ലാം തുല്യ ചെയ്യണം നമുക്ക്. പൈനാപ്പിളിൻ്റെ ഫ്ലേവറല്ലേ അടിച്ച് കയറുന്നുണ്ട്. പിന്നെ കുരുമുളകും അല്ലേ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം കാണാം. എൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം. അപ്പോൾ കാണാം. ഞാൻ ഒരു പ്രേക്ഷകർക്ക് ടാഗ് എടുത്താണ്. ബൈ.